3 ദിവസങ്ങളിലായി ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഹാളിൽ നടന്നുവരുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കായികാധ്യാപകരുടെ സംയുക്ത സംഘടനാ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധിത പാഠ്യവിഷയമാക്കണമെന്ന് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കായികാധ്യാപകരുടെ സംയുക്ത സംഘടനാ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ച് കായികാധ്യാപക നിയമനം നടത്തണമെന്നും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കായികാധ്യാപകരെ നിയമിക്കണമെന്നതടക്കം 11 പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി. കേരള പ്രൈവറ്റ് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത വേദിയാണ് സംഘടന. ചേർത്തല NSS താലൂക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളം കായിക രംഗത്ത് കൂടുതൽ സംഭാവന നൽകിയ നാടുകൂടിയാണ്. ഗ്രാമീണ അന്തരീക്ഷമായിൽ തന്നെയും ടൗൺ പ്രദേശമായിൽ തന്നെയും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന തലമുറയാണ്. ഏത് തലമുറയായിക്കൊള്ളട്ടെ, അവരെല്ലാം തന്നെ കായികപരമായിട്ടുള്ള വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പഴയകാല ഒരു ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് പ്രത്യേകമായിട്ടുള്ള യാതൊരു പരിശീലനമൊന്നുമില്ല. പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള കായിക രംഗത്തെ ചെറുതും വലുതുമായിട്ടുള്ള അറിവിൻ്റെ ഭാഗം കൂടിയാണ്. അതിനെ പിന്നീട് രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് സംസ്ഥാനത്ത് പ്രധാനമായും കായിക രംഗത്ത് ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ഒട്ടേറെ കായിക രംഗത്തെ സംഭാവനയ്ക്ക് വേണ്ടിയുള്ള ഒട്ടേറെ മഹത്തായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഇനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യ കാലഘട്ടത്തിൽ വന്ന കബഡി ഒരു പ്രധാനമായിരുന്നു. നമ്മൾ മലയാളത്തിൽ ഓട്ടവും ചാട്ടവും എന്ന് വേഗത്തിൽ പറയുന്ന വാക്കാണല്ലോ, അതൊരു പ്രധാനപ്പെട്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ഒട്ടേറെ തലപ്പന്ത് കളി ഒരു പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പം കായിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം വടംവലിയാണ് എന്നുള്ള തോന്നലാണ് കായിക മേഖലയിലെ ചില ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വടംവലി എന്നൊക്കെ പറയുമ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നതാണ്. അതൊരു വിനോദത്തിൻ്റെ ഭാഗമാണ്. അതൊരു കായിക ഇനമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സംശയമാണ്. വല്ലാത്ത പ്രചരണമാണ് വടംവലിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ നമ്മുടെ ജീവൻ്റെ തുടുപ്പായിട്ട് കായിക രംഗത്ത് തിളങ്ങി നിന്നതാണ് കബഡി എന്ന് പറയുന്നത്. അത് അസ്തമിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി പുനർജീവിപ്പിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. KPSP ETA പ്രസിഡന്റ് ബിജു ദിവാകരൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ S രാധാകൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു. കായിക വിദ്യാഭ്യാസ സെമിനാർ MG സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ബിനു ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പോൾ വർഗീസ് അധ്യക്ഷനായി. പാലാ സെയിന്റ് തോമസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആശിഷ് ജോസഫ് വിഷയം അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന യാത്രയയപ്പ് സമ്മേളനം പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ES ലത, ഒളിമ്പ്യൻ അനിൽകുമാർ, സജാദ് സാഹിർ, K നബീൽ, S ഷിഹാബുദ്ദീൻ, TP മഹേഷ് കുമാർ, നോബൽ നിയാസ്, സീനിയർ വൈസ് പ്രസിഡന്റ് പോൾ വർഗീസ്, അൻസാർ, V ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ പുതിയ പ്രസിഡന്റായി V ഷാജിയെയും ജനറൽ സെക്രട്ടറിയായി K നബീലിനെയും ട്രഷററായി ബിജുമോനെയും സമ്മേളനം തിരഞ്ഞെടുത്തു.